السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي هريرة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم: رغم أنفه ثم رغم أنفه ثم رغم أنفه. قيل: من يا رسول الله؟ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു: റഗിമ അൻഫുഹു, അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ, അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ. വീണ്ടും അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്നിങ്ങനെ 3 തവണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നിസ്സാരനാകട്ടെ, നിന്ദ്യനാകട്ടെ, റഗിമ അൻഫുഹു, അവന്റെ മൂക്ക് മണ്ണിൽ കുത്തിയിരിക്കുന്നു. പിന്നെയും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു: മൻ, ആരുടെ മൂക്ക് മണ്ണിൽ കുത്തുന്ന കാര്യമാണ് തങ്ങൾ ഈ പറയുന്നത്? ആര് പരാജിതനാകും എന്നാണ് അവിടെ നിന്ന് പറയുന്നത്? യാ റസൂലല്ലാഹ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ അദ്റക വാലിദൈഹി, മൻ ഒരുത്തൻ അവൻ എത്തിച്ചിരിക്കുന്നു വാലിദൈഹി, അവന്റെ മാതാവിനെയും പിതാവിനെയും, ഇൻദൽ കിബരി, വാർദ്ധക്യ സമയത്ത്, അഹദഹുമാ ഔ കിലൈഹിമ, ഒന്നുകിൽ അവർ രണ്ടുപേരെയും എത്തിച്ചു, അതല്ലെങ്കിൽ അവരിൽ ഒരാളെ എത്തിച്ചു. ഉപ്പാക്കോ ഉമ്മാക്കോ വാർദ്ധക്യം എത്തുന്ന സമയത്ത് ആ രീതിയിൽ അവരെ സേവിക്കാൻ ഇവനക്ക് അവസരം കിട്ടി, അതല്ലെങ്കിൽ രണ്ടുപേരെയും. പക്ഷേ സുമ്മലം യദ്ഖുലിൽ ജന്നത, പിന്നെ അവൻ സ്വർഗത്തിൽ കടന്നില്ല. അവന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് വയസ്സായ ഉമ്മയും ഉപ്പയും ഉണ്ട്, അവരെ സേവിച്ച് ഇവനക്ക് സ്വർഗം നേടാമായിരുന്നു. ഇവൻ സ്വർഗം നേടണമായിരുന്നു. സ്വർഗം നേടാനുള്ള വലിയ അമലാണ് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ പ്രായമായ നിലയിൽ മാതാപിതാക്കൾ രണ്ടുപേരും നമ്മുടെ അടുക്കലുണ്ട്, അതല്ലെങ്കിൽ ഒരാളുണ്ട്, ഉമ്മയോ ഉപ്പയോ ഉണ്ട്. എന്നിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് ഇവനക്ക് സ്വർഗം കിട്ടിയില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവൻ ഖിദ്മത്ത് ചെയ്തില്ല എങ്കിൽ ഇവനേക്കാൾ വലിയ പരാജിതൻ വേറെ ആരാണ്? അവന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവൻ തോൽക്കട്ടെ, അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ. സ്വർഗം കിട്ടാനുള്ള വലിയ വഴിയാണ് ഉമ്മമാരെ സേവിക്കുക, ഉപ്പമാരെ സേവിക്കുക. അവർക്ക് എത്ര ഖിദ്മത്ത് എടുത്താലും അതെന്താവൂല, അധികമാകുകയില്ല. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅനി ലം യഖ്ദിമുഹുമാ ഹത്താ യദ്ഖുലൽ ജന്നാൻ, സ്വർഗത്തിൽ കടക്കുന്നത് വരെ അവൻ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തില്ല. അങ്ങനെ ഖിദ്മത്ത് ചെയ്തിരുന്നെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് ചെറിയ അമലല്ല, വലിയ അമല. ഉപ്പായെ സേവിക്കുക, ഉമ്മാനെ സേവിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത് നമുക്ക് വലിയ ദറജയുണ്ടാവാനും ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ കൈവരാനും വിശേഷിച്ച് സ്വർഗപ്രവേശം ലഭിക്കാനും ഒക്കെയുള്ള വലിയ അമലായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ തങ്ങളെ എതിരെയുള്ള ദുആ സംഭവിച്ച ആളുകളാണ് മാതാപിതാക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ. വയസ്സായ മാതാവും പിതാവും ഉണ്ടായിട്ട് അവൻ പിന്നെ സ്വർഗത്തിൽ കടന്നില്ല എന്ന് പറഞ്ഞ് അവനേക്കാൾ വലിയ പരാജിതൻ ആരാന്നാ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്ത് സ്വർഗം നേടുന്ന നല്ല സന്തതികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.